ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. ആ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയില വാങ്ങിച്ചു കേട്ടോ. അയിലയും വാങ്ങിച്ചു. പിന്നെ അതാ ഈ മീനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതെന്തോ പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. പേരറിയാത്തൊരു മീനാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിലാണെങ്കിൽ മുള്ളേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ബീഫില്ലേ, ബീഫിൻ്റെ പീസുകൾ പോലെയാണ് കാണുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ശരിക്കും ബീഫ് കഷ്ണങ്ങൾ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ മുള്ളേ ഇല്ല കേട്ടോ. മുള്ളിൻ്റെ അംശം പോലും ഇല്ല. നല്ല എന്താ പറയുക, ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കണ പോലെ നമുക്കിത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് അയില വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അയില വന്നിട്ട് ചാറ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചാറ് വയ്ക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഞാനിതാ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി നല്ല ബ്രൗൺ കളറായിട്ടോ വറുത്തപ്പോൾ. പിന്നെ ഞാൻ ഈ മിക്സിയിൽ ഉള്ളി തക്കാളി എന്താ പറയുക, ഈ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പുളി എല്ലാം കൂടി അരച്ചതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി അരച്ചതാണ്. നമ്മൾ ചാറും കലക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിലൊരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്? അയിലക്കറി ഉണ്ട്, അതുപോലെ തന്നെ പേരറിയാത്തൊരു മീനും ഫ്രൈ ചെയ്യണം കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ചോദിച്ചു, പക്ഷെ അവരെന്തോ പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ പിടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിച്ചാൽ പോരെ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അയിലക്കറിയൊക്കെ റെഡിയായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊന്നും അരച്ചിട്ടില്ല. ഈ സവാളയും എന്താ പറയുക തക്കാളിയും കൂടി പുളിയും നമ്മളെല്ലാം കൂടി അരയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ തന്നെ നല്ലൊരു ഗ്രേവി പറഞ്ഞാൽ ഇത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവും കേട്ടോ നമ്മുടെ മീൻകറി. അങ്ങനെ നമ്മുടെ അയിലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പേരറിയാത്ത മീനിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എന്താ ശരിക്കും പറഞ്ഞൊരു ബീഫിൻ്റെ പീസുകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. മുള്ളേ ഇല്ല. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചിലർക്ക് ഇഷ്ടമാട്ടോ ഇതിൻ്റെ ടേസ്റ്റില്ലേ. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മോൾ പൊതുവേ മീൻ കഴിക്കില്ല. അപ്പോൾ ഇത് ഒരു പീസ് കഴിക്കാനൊക്കെ വിചാരിച്ചു, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൾ കഴിച്ചില്ല. പിന്നെ ഞാനും ഏട്ടനും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അയിലക്കറി, നല്ല നാടൻ അയിലക്കറി കേട്ടോ, സൂപ്പറായി തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മൺചട്ടിയിൽ അയിലക്കറി സൂപ്പറായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഈ മീൻ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ശരിക്കും ചിക്കനോ ബീഫൊക്കെ വറുത്ത് വെച്ച പോലെ തന്നെയുണ്ട്. ഇതാ നമ്മുടെ അയിലക്കറി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയിലക്കറി ഇവിടെ റെഡിയായി. ഞാൻ പിന്നെ മീൻ മുറിച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഓരോ മീനായിട്ട് തന്നെ ഇട്ടു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്ക് വെക്കാനും പറ്റും ഇങ്ങനത്തെ രീതിയിലുള്ള അയിലക്കറി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മീനും ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ ഉച്ചയായി, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഉപ്പേരിയും വെച്ചിട്ടോ, 2 വാഴയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അത് ഇത്തിരി വാടിപ്പോയി, ഇനി അത് എടുത്ത് വെച്ച് ഒന്നിനും പറ്റില്ല. അപ്പോൾ അതും കൂടി വെച്ചു. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് അടിപൊളി എന്താ പറയുക മീൻ കറിയും അയിലക്കറിയും പിന്നെ അതുപോലെ തന്നെ പേരറിയാത്ത മീൻ ഫ്രൈയും ഉപ്പേരി എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഊണൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ഷോപ്പിൽ വന്നിരുന്നു കേട്ടോ. ഷോപ്പിൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും ആകെ ഉറക്കം തൂങ്ങും കേട്ടോ. കസ്റ്റമറൊന്നും ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭയങ്കരമായിട്ട് ക്ഷീണമാവും കേട്ടോ. ചുമ്മാ അങ്ങനെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് തന്നെ സമയം പോകും കേട്ടോ. അവർ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ കൊടുക്കും. അപ്പോഴേക്കും സമയമൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതവിടെ ചുമ്മാ ഷോപ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കടയിലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. ആ കറുപ്പ് ചട്ടി കണ്ടില്ലേ, അത് നമ്മൾ സീസൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഗ്യാസിലാണെങ്കിൽ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും കേട്ടോ. അതാണ് ആ ബ്ലാക്ക് കളറിലുള്ള ചട്ടി. പിന്നെ റെഡ് ആകുമ്പോൾ നമ്മളതിനെ മയക്കിയൊക്കെ റെഡിയാക്കി സീസൺ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2 സൈസ് ചട്ടികളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. നിറയെ ഇത് മാത്രമല്ല കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മണ്ണിൻ്റെ
ഐറ്റംസൊക്കെ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിലുള്ള കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇടയിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ ഐറ്റംസൊക്കെ ഉള്ളതെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി എണീച്ചു കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരം ഇത്തിരി നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. എപ്പോഴും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങും കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും കിടന്നാൽ ഒരു ഇത്തിരി സമാധാനമാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കണം. പിന്നെ അടിച്ചു വാരണം, ആ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മോൾ വരാനായിട്ട് ഇപ്പോൾ 5:30 ആവുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. 10th ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് 5:30 5:45 കഴിയും കേട്ടോ വീടെത്താനായിട്ട്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. പിന്നെ പാല് ഒരു 5:30 വരുള്ളൂ കേട്ടോ. അപ്പോഴേ ചായ കുടിക്കുള്ളൂ കേട്ടോ. ഇവിടെ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും 6 മണി സമയമാവും കേട്ടോ. അപ്പോൾ ഇതാ 5:30 5:15 ആയപ്പോൾ ഇതാ പാല് വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാല് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ സൈക്കിളിലാട്ടോ നമുക്കൊക്കെ പാലിവിടെ കൊണ്ടുവരാറ്. പാക്കറ്റ് പാല് വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ എന്താ പറയുക, മിൽമ കൗമ അതൊക്കെ കടയിൽ കിട്ടും, പക്ഷെ അതൊന്നും വാങ്ങിക്കില്ല. സൈക്കിൾ പാലാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാവരുടെയും ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാ ബിസ്ക്കറ്റും ചായയും കൂടി കഴിക്കാം കേട്ടോ. പിന്നെ മോള് വന്നു കേട്ടോ. 5:30 5:45 ആയപ്പോൾ മോള് വന്നു. പിന്നെ ഞാൻ അവൾക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് സർപ്രൈസായിട്ട് ബിരിയാണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ രാത്രി ബിരിയാണിയും വേണം പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ബിരിയാണി കടയുണ്ട് കേട്ടോ, അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോള് കഴിക്കണം പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിന്ന് അവൾ വരുമ്പോഴേക്കും ബീഫ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു വെച്ചു. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അലക്കി വെച്ച കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഈ തുണി മടക്കൽ വലിയൊരു പണി തന്നെയാണ് കേട്ടോ. തുണി മടക്കി പിന്നെ അത് ഷെൽഫിൽ കയറ്റി വെക്കണം. അതൊരു 1.5 പണി തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ തുണിയൊക്കെ അടുക്കി പെറുക്കി വെക്കുക പറഞ്ഞാൽ. എന്നാലും ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. മോൾ സ്കൂളില്ലെങ്കിൽ മോൾ ഇടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മോൾക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഞാൻ തന്നെ ചെയ്യും. സ്കൂൾ ലീവുള്ള ദിവസം മോൾ എന്തെങ്കിലും ചെറിയ പണികളൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തുണികൾ മടക്കി വെക്കുകയോ അല്ലെങ്കിൽ അടിച്ചു വാരുകയോ ചിലപ്പോൾ തുടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇതാ നമ്മൾ തുണികളൊക്കെ മടക്കി വെച്ച് കുറേ തോർത്തുകളും പിന്നെ എൻ്റെ കുറച്ച് വീട്ടിലിരുന്ന ഡ്രസ്സുകളും പിന്നെ മോളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഷെൽഫിലൊക്കെ അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞു. അങ്ങനെ നൈറ്റ് സമയമായിട്ടോ, നമ്മുടെ ഷോപ്പ് അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. 8 മണിക്കാണ് കേട്ടോ ഞാൻ അടയ്ക്കുക. 8 മണിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അടയ്ക്കാൻ തുടങ്ങിയ ഒരു 8:30 8:45 ആകുമ്പോഴേക്കും കഴിയുള്ളൂ കേട്ടോ. കുറേ സാധനങ്ങൾ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കണം. പിന്നെ ഇതാ ഈ ഷീറ്റ് കണ്ടില്ലേ, ടാർപ്പായി ഇട്ടിട്ട് ഫുള്ളായിട്ട് അടച്ച് കെട്ടി വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ വലിയൊരു പണിയാണ് കേട്ടോ ഈ ഷോപ്പ് അടയ്ക്കൽ. രാവിലെ ആണെങ്കിൽ തുറക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. രാവിലെ കുഴപ്പമില്ല തുറക്കാൻ കേട്ടോ. പക്ഷെ അടയ്ക്കുന്ന സമയത്താണ് കേട്ടോ ഭയങ്കര ടയേർഡാവും കേട്ടോ. അടച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമാവും, വയർത്ത് കുളിക്കും കേട്ടോ. അങ്ങനെ 2-3 സ്ഥലത്ത് നമുക്ക് അടയ്ക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല, അപ്പുറത്ത് ഗ്രില്ലൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ വലിയ കുഴപ്പമില്ല. പിന്നെ ഈ സ്ഥലത്താണ് കേട്ടോ 3 സ്ഥലത്ത് നമ്മൾ ടാർപ്പായൊക്കെ ഇട്ട് നന്നായി വരിഞ്ഞ് കെട്ടി അടയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും മൺപാത്രങ്ങളോ ഭരണികളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ ഡെലിവറിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പൊക്കെ അത് അടച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ. 3/4 മണിക്കൂറായിട്ട് അത് തുടങ്ങിയിട്ട്. ഇനി ഇത് കഴിഞ്ഞിനി അകത്ത് പോയി ഇനിയിപ്പോൾ നൈറ്റിന് എന്തെങ്കിലും ഫുഡ് ചിലപ്പോൾ ഉച്ചത്തെ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അതേ കഴിക്കുള്ളൂ കേട്ടോ. പക്ഷെ മോൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവൾക്ക് ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പോയി മേലൊക്കെ കഴുകി പിന്നെ വേണം അടുക്കളയിൽ പോകാനായിട്ട്. അങ്ങനെ ഇതെല്ലാം അവിടെ അടച്ച് കഴിഞ്ഞു. ഇതാ ആവശ്യമായിട്ട് ഷോപ്പൊക്കെ അടച്ച് ആകെ ടയേർഡായി വയർത്ത് കുളിച്ചിട്ട് വരികയാണ് കേട്ടോ. മോളിതാ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ചേച്ചി അവിടെ അകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കുളിക്കാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഒരു ദിവസം കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. ഇനി അടുത്തായിട്ട് ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് ഉച്ചത്തെ ബാക്കി ഉണ്ടായിരുന്നു ചോറ്, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.